ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഹോസിയായുടെ മക്കൾ ഉസിയ, യോഥാം, ആഹാസ്, പെസ്കിയ എന്നിവർ യൂദായുടെയും യോവാഖീമിൻ്റെ മകൻ ജെറോബാം ഇസ്രായേലിൻ്റെയും രാജാക്കന്മാരായിരുന്ന കാലത്ത് ബേരിയായുടെ മകൻ ഹോസിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഹോസിയ വഴി കർത്താവ് നൽകിയ സന്ദേശത്തിൻ്റെ തുടക്കം അവിടുന്ന് അരുളി ചെയ്തതും നീ പോയി ഒരു വേശ്യയെ വിവാഹം ചെയ്ത് അവളിൽ നിന്ന് മക്കളെ നേടുക. കാരണം ദേശം കർത്താവിനെ പരിത്യജിച്ച് വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. അവൻ പോയി ദിബ്ലായിലെ പുത്രിയായ ഗോമറിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് ഹോസിയായോട് പറഞ്ഞു, അവന് ജാസ്രേൽ എന്ന് പേരിടണം. കാരണം ഇസ്രായേലിൻ്റെ രക്തച്ചൊരിച്ചിലിന് യേഹൂവിൻ്റെ കുടുംബത്തെ താമസമിന്യയെ ഞാൻ ശിക്ഷിക്കും. ഇസ്രായേൽ ഭവനത്തിന് രാജ്യത്വം ഞാൻ അവസാനിപ്പിക്കും. അന്ന് ഇസ്രായേലിനോട് വരവിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ല് ഞാൻ ഒടിക്കും. അവൾ വീണ്ടും ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് ഹോസിയായോട് അരുളി ചെയ്തു, നീ അവൾക്ക് കരുണ കാണിക്കാത്തവൾ എന്ന് പേരിടുക. കാരണം ഞാൻ ഇസ്രായേൽ ഭവനത്തോട് ഇനി കരുണ കാണിക്കുകയോ അവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല. എന്നാൽ യുദാശാത്രിയോട് ഞാൻ കരുണ കാണിക്കും. വില്ലോ വാളോ യുദ്ധമോ കുതിരപ്പടിയോ അല്ല, അവളുടെ ദൈവമായ കർത്താവ് തന്നെ അവരെ വീക്ഷിക്കും. കരുണ ലഭിക്കാത്തവളുടെ മുഖം കൂടി മാറിപ്പോയപ്പോൾ ഗോമർ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അരുളി ചെയ്തു, അവന് എൻ്റെ ജനമല്ല എന്ന് പേരിടുക. കാരണം നിങ്ങൾ എൻ്റെ ജനമല്ല, ഞാൻ നിങ്ങളുടെ ദൈവവുമല്ല. എങ്കിലും ഇസ്രായേൽ ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അപരിമേയ സംഖ്യ ഉള്ളവരായിത്തീരും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് പറഞ്ഞതിന് പകരം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ എന്ന് അവനെപ്പറ്റി പറയും. യൂദയായിലെയും ഇസ്രായേലിലെയും ജനം ഒന്നിച്ചു ചേരും. അവർ തങ്ങൾക്കെതിരായി ഒരു തലവനെ നിയമിക്കും. അവൻ ദേശത്ത് പടർന്ന് ഐശ്വര്യം പ്രാപിക്കും. ജെറുസലേമിൻ്റെ ദിനം മഹത്വപൂർണ്ണമായിരിക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.